ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക്ക്, അതായത് 2 ദിവസത്തേക്ക് ഞാൻ പഴയ പോർഷൻസാണ് ഇട്ടിരുന്നത്. ഒരു റിവിഷനായിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ വന്ന് നിൽക്കുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ പ്രിവിലേജസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഓണത്തിന് മുമ്പായിട്ട് ആ എടുത്ത് തുടങ്ങിയ പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണ് വീണ്ടും അത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിവിലേജസ് ഒരു 6 പ്രിവിലേജസാണ്, 5-6 പ്രിവിലേജസാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഫസ്റ്റ് ചാർജ് ഓൺ സൊസൈറ്റി ഓൺ സർട്ടൺ അസറ്റ്സും ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിംസ് ഇൻ സർട്ടൺ കേസസും. ഇത് രണ്ട് പ്രിവിലേജസാണ് പറഞ്ഞിരുന്നത്. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാത്രം പ്രിവിലേജാണ്. ഇനി അടുത്തത് ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് in respect of shares or interest of a member in the capital of a society. അതായത് തട്ടിക്കഴിക്കൽ എന്തിന്മേലൊക്കെ ആകാം എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റി ഹാവ് റൈറ്റ് അപ്പോൺ ഷെയർ, ഇൻട്രസ്റ്റ് ഇൻ ക്യാപിറ്റൽ ആൻഡ് ഡിപ്പോസിറ്റ്സ് ഓഫ് മെമ്പർ, പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ. അതായത് ഒരു സൊസൈറ്റിക്ക് മെമ്പേഴ്സിൻ്റെ ഡ്യൂ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഐറ്റത്തിൽ നിന്നൊക്കെ സെറ്റ് ഓഫ് ചെയ്യാം. അതായത് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഇൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിപ്പോസിറ്റിൽ നിന്നും എന്ത് ചെയ്യാം, സൊസൈറ്റിക്ക് വേണ്ടി വന്നാൽ ഇത് തിരിച്ചടയ്ക്കാത്ത പക്ഷം അതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ അകത്ത് പറയുന്ന മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, സൊസൈറ്റി ഇൻവെസ്റ്റ് ചെയ്ത റിസർവ് ഫണ്ടിന്മേൽ ഫിനാൻസിങ് ബാങ്കിന് റൈറ്റ് ഉണ്ടായിരിക്കുകയില്ല. സൊസൈറ്റിയുടെ റിസർവ് ഫണ്ടിന്മേൽ ഫിനാൻസിങ് ബാങ്കിന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല. അത് ഒരു പ്രിവിലേജാണ്. ഇനി അടുത്ത പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ, ഷെയർ ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പർ ഈസ് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ജപ്തി ചെയ്യുക. മെമ്പറിൻ്റെ ഷെയറോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റോ ജപ്തി ചെയ്യാനായിട്ടുള്ള അവകാശം ഇല്ല. അതുപോലെ തന്നെ റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ സൊസൈറ്റി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റിസർവ് ഫണ്ടിന്മേലും അറ്റാച്ച്മെൻറ്റ് നടത്താനായിട്ടുള്ള റൈറ്റ് ഇല്ല. അതും ഒരു പ്രിവിലേജാണ്. ഇത് സെക്ഷൻ 39 കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ സെക്ഷൻ 38 അകത്ത് ആദ്യത്തെ 3 പോയിൻറ്റും മാത്രമാണ് വരുന്നത്. സെക്ഷൻ 39 ഒരു പ്രിവിലേജാണ്, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ സൊസൈറ്റി ഈസ് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. എക്സംഷൻ ഫ്രം സർട്ടൺ ടാക്സസ്, ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ചില ടാക്സ് അടയ്ക്കേണ്ട, ചില കേസസിൽ ഫീസ് അടയ്ക്കേണ്ട, ചില കേസസിൽ ഡ്യൂട്ടീസ് അടയ്ക്കേണ്ടാത്ത സാഹചര്യമുണ്ട്. ഇതിനെയാണ് നമ്മൾ ഒരു പ്രിവിലേജാണ് എന്നാണ് അതിനെ പറയപ്പെടുന്നത്. അപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീ, കോർട്ട് ഫീ അതൊന്നും അടയ്ക്കണ്ട. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകത്തിന്മേലും സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സിന്മേലും പ്രൊഫഷണൽ ട്രേഡ് ഇങ്ങനെയുള്ള കേസസിലാണ് അവർക്ക് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ ഷെയർസ്, ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ളതാണ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം തന്നെ കമ്പൽസറി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അങ്ങനെ ഒരു കമ്പൽസറി രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി, ഷെയർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ എൻഡോഴ്സ്മെൻറ്റ്സ് അപ്പോൾ ഓർ ട്രാൻസ്ഫർ ഓഫ് ഡിബഞ്ചർ ഇഷ്യൂഡ്. അപ്പോൾ ഈ കേസസിലെല്ലാം കമ്പൽസറി രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. സൊസൈറ്റിക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ദർ ഇസ് നോ നീഡ് ഓഫ് കമ്പൽസറി രജിസ്ട്രേഷൻ. ദിസ് ഈസ് ഓൾസോ എ പ്രിവിലേജ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്.
സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഏതൊക്കെ വിധേനയാണ് ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയ്ഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് പാർട്ണർഷിപ്പ് വരുത്താം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പും വരുത്താം. അപ്പോൾ ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ബോറോയിങ് പവർ ഇൻക്രീസ് ചെയ്യുന്ന സാഹചര്യത്തിലാണ്. അതായത് കൂടുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മറ്റ് സൊസൈറ്റീസിൽ നിന്നും ബോറോ ചെയ്യാനായിട്ടുള്ള, അതായത് അവർക്കും ബോറോ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ലോൺ എടുക്കാനായിട്ടുള്ള ആവശ്യകത കൂട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെയൊരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യും. എന്നിട്ട് അതുപോലെ തന്നെ സാധാരണ മെമ്പേഴ്സിന് കിട്ടുന്ന പോലെ തന്നെ അവർക്കും എന്ത് ചെയ്യും, ഡിവിഡൻഡ് കിട്ടും, ഗവൺമെൻറ്റിന് കിട്ടും. അപ്പോൾ അത് ഡയറക്റ്റ് പാർട്ണർഷിപ്പാണ്. ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇൻഡയറക്റ്റ്ലി കോൺട്രിബ്യൂഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ്ലി, അതായത് അതിൻ്റെ ഒരു വേ എന്ന് പറഞ്ഞാൽ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ത് ചെയ്യും, സാങ്ഷൻസ് ലോങ് ടേം ലോൺസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഗീവ്സ് ദിസ് മണി ടു ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അങ്ങനെയാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് വരുന്നത്. നബാർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലോങ് ടേം ലോൺസ് അനുവദിക്കും. ഈ ലോങ് ടേം ലോൺസ് ആർക്ക് കൊടുക്കും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് കൊടുക്കും. അപ്പോൾ അതിൽ കൂടെ ഇൻഡയറക്റ്റായിട്ട് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കിലും കിട്ടും. ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലേക്കോ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിലേക്കോ എന്ത് ചെയ്യും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പാർട്ണർഷിപ്പ് വരും. ഒന്നിൽ ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, അതായത് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് തന്നെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുകയും അവർക്ക് ഡിവിഡൻഡ് കിട്ടുകയും ചെയ്യുന്നു. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നബാർഡ് ലോങ് ടേം ലോൺസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇഷ്യൂ ചെയ്യും. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് ആവശ്യം വരുമ്പോൾ കൊടുക്കും. അപ്പോൾ ആ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും എല്ലാ ബാങ്കിലേക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് ഫണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് അവിടെ വരും. നെക്സ്റ്റ് പോർഷൻ ഈസ് PSPF, അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി അപ്പെക്സ് സൊസൈറ്റി. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഈ ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് പർച്ചേസ് ഓഫ് ഷെയർ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ നിന്ന്, ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിയിൽ നിന്ന് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അപ്പെക്സ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടാണ്. അപ്പം ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരുടെ താഴെയുള്ള സെൻട്രൽ സൊസൈറ്റീസിന് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ സെൻട്രൽ സൊസൈറ്റീസ് എന്ത് ചെയ്യും, പ്രൈമറി സൊസൈറ്റീസിൽ നിന്ന് ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ ഈസ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റീസ് റിസീവ്സ് ഫ്രം PPSF, അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഫണ്ടിൽ നിന്നും സെൻട്രൽ സൊസൈറ്റീസിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ഫണ്ടിൽ നിന്ന് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന, സെൻട്രൽ സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് SSPF എന്ന് പറയുന്നത്. PPSF എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടാണ്. അത് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. SSPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെൻട്രൽ സൊസൈറ്റീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിൽ നിന്നും സെൻട്രൽ സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് SSPF എന്ന് പറയുന്നത്. ഇവർ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റീസിന് പ്രൈമറി സൊസൈറ്റീസിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അപ്പം PSPF എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ ഫണ്ടാണ്. SSPF എന്ന് പറഞ്ഞാൽ PSPF-ന്ന് സെൻട്രൽ സൊസൈറ്റീസിന് കൊടുക്കുന്ന ഫണ്ടിൽ നിന്നും അവർ ക്രിയേറ്റ് ചെയ്യുന്ന, സെൻട്രൽ സൊസൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് SSPF എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രോപ്പർട്ടീസും അവരുടെ ഫണ്ട്സും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. ഏത് ഫണ്ടാണ് ഡിവൈഡ് ചെയ്യാത്തത്?
നെറ്റ് പ്രോഫിറ്റ്സ് മാത്രമേ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടുകളൊന്നും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡിവൈഡ് ചെയ്യത്തില്ല. ഓൺലി നെറ്റ് പ്രോഫിറ്റ്സിൽ നിന്ന് മാത്രമാണ് വീതിച്ച് കൊടുക്കുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഇനി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ നെറ്റ് പ്രോഫിറ്റ്സ് എങ്ങനെയൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് 15% ഈസ് ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്. അത് നിർബന്ധമായിട്ട് 15% ട്രാൻസ്ഫർ ചെയ്യണം, റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 5% കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് നിർബന്ധമായി ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ മൊത്തം 30% ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാലൻസ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു മെമ്പേഴ്സിന് വേണ്ട ഡിവിഡൻഡ് പേ ചെയ്യുക. അതായത് 25% കൂടാൻ പാടില്ല എമൗണ്ട്. പിന്നെ ബോണസ് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ബോണസ് കൊടുക്കണം. പിന്നെ 7% ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നും 7% ഓഫ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 7% അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 5% പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 10% ചാരിറ്റബിൾ പർപ്പസിലേക്ക് മാറ്റണം. ബാലൻസ് വരുന്ന തുക അത് ബൈലോസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അടുത്തത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടാണ്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ അസൈൻമെൻറ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ PPSF ആൻഡ് SSPF. താങ്ക് യു.